ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കണം കേട്ടോ. ഇന്ന് വ്യാഴാഴ്ചത്തെ ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. രാവിലെ തന്നെ സ്കൂളിലോട്ട് വന്ന് നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പം നമ്മളിവിടെ മുളകും കത്തിരിക്കയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ കത്തിരിക്കയൊക്കെ ഒത്തിരി തൈയൊക്കെ വളർന്ന് നന്നായിട്ട് നല്ല പുഷ്ടിയായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ ഞാൻ ഒന്ന് പോയി നോക്കിയതിന് ശേഷം നമ്മളുടെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്ന സ്റ്റോർ റൂമും പലോഞ്ഞനൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റോറും എടുത്തൊക്കെ വന്ന് ഞാനൊന്ന് നിരീക്ഷിക്കുകയാണ്, എന്തെങ്കിലും വൃത്തിയില്ലായ്മയായിട്ട് കിടപ്പുണ്ടോ എന്നൊക്കെ. അതിനുശേഷം ഞാൻ ഇന്നലെ തറയൊക്കെ കഴുകി ഡെറ്റോളൊക്കെ ഇട്ട് ഒഴിച്ച് തറയൊക്കെ തുടച്ചിട്ടിട്ടാണ് വന്നിട്ട് ഇന്ന് രാവിലെ പിന്നെ ചാക്കൊക്കെ എടുത്ത് വിരിച്ചിട്ടു. അപ്പോൾ ഇന്നലെ കുറച്ച് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തുകൊണ്ടൊന്ന് വെച്ച്, കാരണം ഇന്ന് നമുക്ക് മീൻ കറിയാണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് രാവിലെ തന്നെ കുട്ടികൾക്ക് നമ്മളിവിടെ പുട്ടും കടലക്കറിയാണ് ഇന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മീനൊന്ന് പെട്ടെന്ന് വെള്ളത്തിലിട്ട് വെച്ച്, എന്തിനെന്നറിയാമോ, അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോയി കിട്ടും, അപ്പം നമുക്ക് കറി വയ്ക്കാൻ എളുപ്പത്തിന് എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം നമ്മൾ ആ പുട്ടുപൊടിയുടെ പരിപാടിയിലേക്ക് പോകണം. കാരണം പുട്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ 9 മണിക്ക് മുമ്പ് കുട്ടികൾക്കൊന്ന് ഫുഡ് കൊടുക്കണം. കാരണം ഇന്ന് അവരെ കൊണ്ട് സ്കൂളിൽ നിന്നൊരു സ്ഥലത്ത് ഒരു ഗവേഷണത്തിന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കടലക്കറിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിറക്കി വെച്ച് കുക്കറിനകത്തോട്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്, എന്നിട്ട് കടലയൊക്കെ ഞാനൊന്ന് കഴുകി വെച്ചതിന് ശേഷം നമ്മളെ പുട്ടിൻ്റെ മാവ് ഒന്ന് നനയ്ക്കും കേട്ടോ. നനച്ചതിന് ശേഷം ഞാൻ കടലയൊക്കെ വാരി കുക്കറിനകത്താക്കി കൊടുത്ത് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് കടലക്കറിക്കുള്ളത് അവിടെ ഞാൻ സെറ്റ് ചെയ്ത് കുക്കറിൽ അടുപ്പിലാക്കി കൊടുത്ത് വെച്ചു. അപ്പോൾ അതിനെ അവിടെ ഇരുന്ന് ആയിക്കോളൂ. അപ്പോൾ വന്ന് ടീച്ചർമാർ സാറുമാരൊക്കെ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് പിള്ളേരൊക്കെ കുടിച്ചതിന് ശേഷം പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇവർ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ഥലം വന്നിട്ട് വെള്ളയാണിയാണ് പോണത്. അപ്പോൾ ടീച്ചർ വന്ന് നിർദ്ദേശമൊക്കെ കൊടുക്കുകയാണ്, ഞങ്ങളുടെ വിമല ടീച്ചർ. അപ്പോൾ എച്ചമ്മും ഗോഡ്വിൻ സാറും നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആൻറ്റിൻ സാർ വന്ന് എനിക്കൊരു ഹായൊക്കെ തന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേരുടെ എണ്ണവും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഓരോ കുട്ടികളെ വീതം വണ്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടുന്ന് നമ്മുടെ റോട്ടിലോട്ടാണ് കൊണ്ടുപോയാണ് പിള്ളേരെ വണ്ടിയിലേക്ക് കയറ്റണത്. അപ്പോൾ ഞാനിതൊക്കെ നിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ കുട്ടികളൊക്കെ വരിയായിട്ട് നമ്മുടെ സ്കൂൾ വണ്ടിയിലോട്ട് പോകാൻ വേണ്ടി പോണ്. എന്നോട് വന്ന് വിമല ടീച്ചർ ഒരു കുശലവും പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ എല്ലാവരും പോയി നാളെ സ്കൂളിൽ നിന്ന്. ഇന്ന് കാർഷിക മമ്മ എവിടെ കൊണ്ടുപോണത് ടൂറിന്? വെള്ളയാണി കാർഷിക കോളേജിലാണ് കുട്ടികളെ കൊണ്ടുപോകണത്. അപ്പം ഇനി ഞാനും ഞങ്ങളുടെ PTCയും അപ്പച്ചനും മാത്രമേ ഉള്ളൂ ഇവിടെ സ്കൂളിൽ. ഇത് ഞങ്ങൾക്ക് ജോലിയുണ്ട്. മാമന് നാളത്തേക്കുള്ള സംഭവമൊക്കെ സാധനമൊക്കെ മേടിച്ചു തരണം. എനിക്ക് കുട്ടികൾ വരുന്നതിന് മുമ്പ് അവർക്കുള്ള ചോറും വരണോ അമ്മ വരണം, ചോറും മീൻകറി മരിച്ചിനെയൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാനും എൻ്റെ ജോലിയിലിട്ട് ഓട്. രാവിലത്തെ പുട്ടും കടലയൊക്കെ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുണ്ട് കേട്ടാ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഇനി ഇവിടെ വെച്ചിട്ട് കാര്യമില്ല കൊണ്ടുപോയിട്ട്. അപ്പോൾ രാവിലെ ഞാൻ എച്ചമ്മിന് കടിക്കെടുത്തത് വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പുട്ടും എടുത്ത് ആവശ്യത്തിനുള്ള കടലയും എടുത്ത്. അപ്പോൾ ഇച്ചിരി എരി കൂടിപ്പോയി കടലക്കറിക്ക്, എന്നാലും കുഴപ്പമില്ല, ഞാൻ വാരി അവിടെ പോയിരുന്ന് കഴിച്ച്. ഇനിയും ജോലി തുടങ്ങാനുള്ളല്ലേ. അവർ പറഞ്ഞതിന് മുമ്പ് കഞ്ഞി വയ്ക്കണം, ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോകണം. അപ്പോൾ അരി ആട്ടാൻ ഇട്ടിട്ടുണ്ട്, അരി ആട്ടാൻ ഇടണം നാളത്തേക്ക് വേണ്ട കാപ്പിക്ക്. അപ്പോൾ ഞാൻ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ഇട്ടതിന് ശേഷം പുട്ട് കഴിച്ചിട്ട് വെള്ളം കുടിച്ചില്ലായിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ ഗ്രൈൻഡർ ഒന്ന് കഴുകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഗ്രൈൻഡർ കഴുകി അരിയും പച്ചരിയും ഉഴുന്നോണം ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടെ കഴുകി കൊണ്ടുവന്ന് നമ്മുടെ ഗ്രൈൻഡറിലിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി കുറച്ച് വെള്ളവും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് സ്റ്റക്കായി പോകും. അപ്പോൾ അതൊക്കെ ഞാൻ ആക്കി കൊടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടി അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് രാവിലെ സാറ് പാറശാലയിൽ നിന്ന് വന്നപ്പോൾ മരിച്ചിനെയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി അരിഞ്ഞുറക്കി എടുക്കണം. അപ്പോൾ ആ ഒരു ജോലിയിലോട്ട് പോവുകയാണ്. എനിക്ക് ചുരുക്കാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു കിറുക്കൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് മരിച്ചിനെ അരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. കാരണം നല്ല മരിച്ചിനായിരുന്നു കേട്ടോ. വെന്തപ്പോൾ നല്ല വെന്ത് കിട്ടി മരിച്ചിന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് കുനുകുനുകുന അരിഞ്ഞ് വെച്ചതിന് ശേഷം ആദ്യത്തെ മീൻ കറിക്കുള്ള തേങ്ങ തിരുവണം. ഞാനിരുന്ന് ചായ കുടിക്കണം. ആ നേരം കൊണ്ട് നമ്മളെ മരിച്ചിനി വെന്ത് കിട്ടി. ഞാനൊന്ന് ഉടച്ച് ലൂസാക്കി എടുത്ത്, കാരണം അവരെപ്പോഴാണ് പറഞ്ഞതെന്ന് അറിയാൻ പറ്റൂല. ആ നേരം കൊണ്ട് ഞാൻ നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായ
മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടിയൊക്കെ കൊണ്ടുവന്ന് ചൂടാക്കി ആദ്യത്തെ തേങ്ങ അരച്ച് തിരുവി തന്ന് ഞാൻ തേങ്ങയൊക്കെ എടുത്ത് അരച്ച് അരപ്പൊക്കെ ആക്കി. അപ്പോൾ പെട്ടെന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും BTCM അപ്പച്ചനും ആദ്യത്തേനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ സ്കൂളിൽ. അങ്ങനെ മീൻ കറിയുടെ അരപ്പൊക്കെ അരച്ചതിന് ശേഷം ഞാൻ മീനൊക്കെ എടുത്ത് നമ്മുടെ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് അടുപ്പി വെച്ച് കൊടുക്കണം. എന്തെന്നറിയാമോ, ഇനിയാണ് തക്കാളി ഇതൊക്കെ അരിഞ്ഞ് ചേർക്കാൻ വേണ്ടി, അതൊന്നും ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ഇന്ന് അരപ്പ് തിളയ്ക്കാതെ തന്നെ മീനൊക്കെ ഇട്ട് കൊടുത്തൊന്ന് തിളപ്പിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീനൊക്കെ പറക്കി ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്തില്ല. ഇന്ന് എല്ലാം കൂടെ അരപ്പിൽ കൂടെ തന്നെ മീനെല്ലാം കൂടെ ഇട്ട് വെച്ച് കൊടുത്ത് എന്നിട്ട് അടുപ്പ് കത്തിച്ച് മീൻ കറിയാവാൻ വെച്ച് കൊടുത്ത് എന്നിട്ട് ഇനി തക്കാളിയും പച്ചമുളകും മുരിങ്ങയ്ക്കയും കൂടെ അരിഞ്ഞെടുക്കണം. കാരണം അത് നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ തക്കാളിയും മുരിങ്ങയ്ക്കയൊക്കെ കൂടെ എടുക്കണതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നറിയുമോ, നമ്മുടെ മീനിനപ്പോൾ ഇച്ചിരി ഉപ്പ് പിടിക്കട്ടെ. ഇന്നലെ കൊണ്ടുവച്ചിരുന്ന മീനല്ലേ, അതെന്തോടെ ഞാൻ വന്ന് പിന്നെ നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായ തക്കാളിയും മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടെ എടുത്ത് കഴുകി അതും കൂടെ ഒന്ന് കുനു അരിഞ്ഞ് നമ്മളുടെ മീൻ കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കും. അതിന് അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടും. ആ നേരം എൻ്റെ ആദ്യക്കുട്ടൻ എൻ്റെ പാത്രങ്ങളൊക്കെ കുറച്ച് കിടന്നതിനെ ഒന്ന് കഴുകിത്തരാമെന്ന് പറഞ്ഞ് ആദ്യത്തെയും പാത്രമൊക്കെ കഴുകണ നേരം കൊണ്ട് ഞാൻ വന്ന് ഗ്രൈൻഡർ തുറന്ന് നോക്കി. അപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്, സൈഡിലൊക്കെ അരി ഇരിപ്പുണ്ട്. പിന്നെ അതൊക്കെ ഞാനൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് അരയ്ക്കാൻ അവിടെ സെറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ നേരം എൻ്റെ ആദ്യത്തെ പാത്രമൊക്കെ കഴുകിക്കൊണ്ട് തന്നേട്ട് എൻ്റെ എന്നെ അങ്ങനെ സഹായിച്ചു. അങ്ങനെ ജോലിയൊക്കെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മീൻ കറി അവിടെ ഇരുന്ന് നല്ല വെട്ടിത്തിളക്കിയാണ്. ആ സമയം ഞാൻ ചോറൊക്കെ ഒന്ന് ഇളക്കി നോക്കി. പിള്ളേർ കുറവാണ്, കാരണം 1, 2 ക്ലാസ് ഇല്ല. 3ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെക്കുള്ള ഇന്ന് ക്ലാസ് ഉള്ളത്. അങ്ങനെ നമ്മുടെ തിളച്ച് മറിയണ മീൻ കറി ഒന്ന് ഞാൻ അടപ്പ് തുറന്ന് നോക്കി. നല്ലൊരു മണമൊക്കെ വരണുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് സെറ്റാവട്ടെ. അതൊക്കെ ആയതിന് ശേഷം ഞാൻ കുറച്ച് ചോറും കറിയൊക്കെ എടുത്ത് കഴിച്ചു. കാരണം ഇപ്പം മണി 1 മണി കഴിഞ്ഞ് ഒരു മണിക്ക് വരുമെന്ന് പറഞ്ഞാണ്, പക്ഷെ എത്തിയില്ല. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ PTCM അപ്പച്ചൻ അവരെ കാത്തിരിക്കുകയാണ്. അപ്പം ഞാനും അവിടെ ഇരുന്ന് ഇനിയിപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകണം. അവർ വന്നതിന് ശേഷം കൊടുത്തിട്ട് അപ്പച്ച ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി ഒതുക്കിയൊക്കെ വെച്ചോളും. അപ്പോൾ കുട്ടികളൊക്കെ വന്ന് ഇറങ്ങിയാട്ടോ ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ഈ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ, സീ യു.